ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾ തമ്മിൽ കണ്ടതുപോലെ തന്നെ ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ നഴ്സുമാർക്ക് ദുബായിലോട്ടൊരു ഡയറക്റ്റ് വാക്കൻസി വന്നിട്ടുണ്ട്. ഏജൻസി ഒന്നുമില്ല. അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോസിൽ കുറച്ച് എൻ്റെ ഫ്രണ്ട്സ് കുറേ സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു കമൻറ്റിൽ, അതുപോലെ തന്നെ പേഴ്സണലായിട്ടും. അപ്പോൾ അതിൻ്റെ ഒരു ഡൗട്ട് ക്ലിയറൻസും കൂടിയായിട്ടാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ എന്തായാലും ഇൻഫോർമേറ്റീവ് ആകും. നമുക്കപ്പോൾ വീഡിയോയിലോട്ട് പോകാം. ഹായ് ഫ്രണ്ട്സ്, ഞാൻ അജിൻ, നിങ്ങളുടെ സ്വന്തം മാറൻ. വെൽക്കം ടു മൈ ചാനൽ. നമുക്കാദ്യം ഡൗട്ട്സ് ക്ലിയർ ചെയ്തതിന് ശേഷം നമുക്ക് ആ വേക്കൻസീസിലോട്ട് പോകാം കേട്ടോ. അതിന് മുന്നേ എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, എൻ്റെ ഈ വീഡിയോ കാണുന്നവരിൽ കുറച്ച് പേരെങ്കിലും എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് പേര് എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കാറുണ്ട്. നല്ലൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ്, നല്ല യൂസ്ഫുൾ വീഡിയോ ആണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾക്കറിയാലോ, ഞാനൊരു നേഴ്സാണ്. അപ്പോൾ നമ്മുടെ ഒരു നഴ്സിംഗ് കമ്മ്യൂണിറ്റിക്ക് ഒരു ഹെൽപ്ഫുൾ ആകുന്ന കുറച്ച് വീഡിയോസൊക്കെയാണ് ഞാൻ സാധാരണ ചെയ്യാറ്. ഇപ്പോൾ ഈ വേക്കൻസീസൊക്കെ ഇടുന്നത് നമ്മുടെ നഴ്സുമാർക്ക് ഒരു ഹെൽപ്ഫുൾ ആകട്ടെ എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യാൻ നോക്കുക കേട്ടോ. ഞാനും എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ നമ്മുടെ നഴ്സുമാരെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഇപ്പോഴും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഫ്യൂച്ചറിൽ ഞാൻ അതുപോലെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എങ്ങനെ സപ്പോർട്ട് ചെയ്യണമെന്ന് വെച്ചാൽ, നിങ്ങൾ മാക്സിമം നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നിങ്ങളുടെ നഴ്സിംഗ് ഗ്രൂപ്പിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളൊരു നഴ്സിംഗ് ഫാമിലിയാണ്. അപ്പോൾ നമുക്കൊരു നഴ്സിംഗ് ഫാമിലിയായിട്ട് മുന്നോട്ട് പോകാൻ, നിങ്ങൾക്കറിയായിരിക്കുമല്ലോ, എൻ്റെ ഈ ചാനൽ നഴ്സിംഗ് ചാനലാണ്. അതുപോലെ തന്നെ ഞാനൊരു നഴ്സാണ്. അപ്പോൾ നമ്മൾ നഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഹെൽപ്ഫുൾ വീഡിയോസും, അതുപോലെ തന്നെ ജോബ് വീഡിയോസും, അതുപോലെ തന്നെ നമ്മുടെ നഴ്സുമാർക്ക് ഏത് തരത്തിലും ഹെൽപ്ഫുൾ ആകുന്ന വീഡിയോസാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സമയം കളയാണ്ട് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യമായിട്ട് എനിക്കൊരു കമൻറ്റ് വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ, UAMOH DHAയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ കഴിയുമോ എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ മറുപടി എന്താണെന്ന് വെച്ചാൽ, നമുക്ക് UAMOH DHAയിലോട്ട് കൺവേർട്ട് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് HAD DHAയിലോട്ട് കൺവേർട്ട് ചെയ്യാം. DOH അങ്ങനെ അതൊക്കെ നമുക്ക് കൺവേർട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ എനിക്കൊരു കമൻറ്റ് വന്നതാണ്, സ്കൂൾ നഴ്സിനെ കുറിച്ചൊന്ന് പറയാമോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഇതിനു മുന്നേ ഒരു സ്കൂൾ നഴ്സിൻ്റെ വാക്കൻസി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ സ്കൂൾ നഴ്സിനെ കുറിച്ച് ചെറുതായിട്ടൊരു ബ്രീഫായിട്ട് പറഞ്ഞുതരാം. നോർമലി അവർ ചോദിക്കുന്നത് പീഡിയാട്രിക് ഡിപ്പാർട്ട്മെൻറ്റ്സ് ആണ്. അതായത് 2 ഇയർ എക്സ്പീരിയൻസ് നമുക്ക് വേണം. അതിനകത്ത് നമുക്ക് മിനിമം 1 ഇയർ എങ്കിലും പീഡിയാട്രിക് ഡിപ്പാർട്ട്മെൻറ്റ്സിലോട്ട് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അതായത് പീഡിയാട്രിക് വാർഡോ പീഡിയാട്രിക് ICU NICU അങ്ങനെ ഏതിലെങ്കിലുമൊക്കെ എക്സ്പീരിയൻസ് ഉള്ളത് പ്രിഫേർഡ് ആണ് കേട്ടോ. അത് ഏറ്റവും നല്ലതാണ്. നമുക്ക് അഡീഷണൽ ആയിട്ട് വേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് BLS ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ PALS ഉണ്ടായിരിക്കണം, PALS ഉണ്ടായിരിക്കണം. അപ്പോൾ എല്ലാവർക്കും അറിയാനൊരു ആഗ്രഹം ഉണ്ടാവും, സ്കൂൾ നഴ്സായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളിവിടെ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. സ്കൂൾ നഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഈ ജോബ് വരുന്നത്, നമ്മുടെ ജോബും ഡ്യൂട്ടിയൊക്കെ വരുന്നത് സ്കൂളിലാണ് വരുന്നത് കേട്ടോ. നമ്മൾ മെയിനായിട്ട് സ്കൂൾ കുട്ടികളെയാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനകത്ത് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് ഫസ്റ്റ് എയ്ഡ്, നമ്മൾ സ്കൂൾ കുട്ടികൾക്ക് എന്തെങ്കിലും ഇഞ്ചുറീസോ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് എയ്ഡ് നമ്മൾ അറിഞ്ഞിരിക്കണം, ഫസ്റ്റ് എയ്ഡ് ചെയ്യണം. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു എമർജൻസി വരുവാണെങ്കിൽ ആ എമർജൻസി കെയർ നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം. അത് എന്തിനാന്ന് വെച്ചാൽ, നമ്മൾ അവിടുത്തെ ടീച്ചേഴ്സുമായിട്ടും കുട്ടികളുടെ പാരൻസുമായിട്ടൊക്കെ നമുക്ക് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ സ്കൂൾ കുട്ടികളുടെ ഇമ്മ്യൂണൈസേഷൻ നമ്മൾ ട്രാക്ക് ചെയ്യുക, ഫോളോ അപ്പ് ചെയ്യുക, അത് നമ്മൾ റെക്കോർഡ് ചെയ്യുക. ഇതൊക്കെയാണ് മെയിനായിട്ട് വരുന്നത്. നമ്മുടെ കുട്ടികളുടെ പാരൻസിനും അതുപോലെ തന്നെ ടീച്ചേഴ്സിനും കുട്ടികൾക്ക് നമ്മൾ ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ സൈക്കോളജിക്കൽ സപ്പോർട്ട് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇതൊക്കെയാണ് മെയിനായിട്ട് സ്കൂൾ നഴ്സസിന് ചെയ്യേണ്ട കാര്യം, സ്കൂൾ നഴ്സിംഗ് ഡ്യൂട്ടിക്ക് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കേട്ടോ. പിന്നെ ഒരാൾ ചോദിച്ചിട്ടുള്ളതാണ്, 2 ഇയർ എക്സ്പീരിയൻസ് ഉണ്ട്, 4 ഇയർ ഗ്യാപ്പ് വന്നിട്ടുണ്ട്, ദുബായിൽ ജോബ് കിട്ടാൻ എത്ര നാൾ ഗ്യാപ്പ് ഫില്ല് ചെയ്യേണ്ടി വരും? ഇപ്പം നോർമലി നമുക്ക് 2 ഇയർ എക്സ്പീരിയൻസ് മെയിനായിട്ട് വേണമല്ലോ. 2 ഇയർ എക്സ്പീരിയൻസ് വേണം. പിന്നെ 1 to 2 ഇയർ ഗ്യാപ്പ് വരുവാണെങ്കിൽ നമുക്ക് വലിയ പ്രോബ്ലം ഒന്നുമില്ല. പക്ഷെ അതിൽ കൂടുതൽ 2 ഇയറിന് കൂടുതൽ ഗ്യാപ്പ് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് CME അവേഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിരിക്കണം. ഈ ട്രെയിനിങ് നമുക്ക് ഈ DHAയുടെ വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റിൽ തന്നെ നമുക്ക് ഈ ട്രെയിനിങ്ങിന് വേണ്ടി രജിസ്റ്റർ ചെയ്തിട്ട് അത് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നമ്മുടെ ഡേറ്റ് ഓഫ് ഫ്ലോയും എക്സാമും കഴിഞ്ഞതിന് ശേഷം വരുന്ന ഒരു പ്രോസസ്സാണ് DHA എലിജിബിലിറ്റി പ്രോസസ്സ്. അപ്പോൾ ഇത് എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, DHA എലിജിബിലിറ്റി ലെറ്റർ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ DHA എലിജിബിലിറ്റി പ്രോസസ്സ് നമ്മൾ ചെയ്യുന്നത്. ഇതെന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ DHA രജിസ്ട്രേഷൻ, അതായത് ദുബായ് രജിസ്ട്രേഷൻ കിട്ടുന്നതിന് തൊട്ട് മുമ്പത്തെ പ്രോസസ്സാണ്. നമ്മളിത് എലിജിബിലിറ്റി ലെറ്റർ കിട്ടിയാൽ മാത്രമേ നമുക്ക് ഈ
നമ്മുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഇത് നോർമലി ഇത് നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം 5 മുതൽ 7 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നമുക്ക് ഈ എലിജിബിലിറ്റി ലെറ്റർ കിട്ടും. അതുപോലെ തന്നെ ഈ എലിജിബിലിറ്റി ലെറ്ററിൻ്റെ വാലിഡിറ്റി വരുന്നത് 1 ഇയർ ആണ് കേട്ടോ. അപ്പോൾ ഈ എലിജിബിലിറ്റി ലെറ്ററിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ദുബായിലെ നഴ്സിംഗ് വാക്കൻസി ആണ് കേട്ടോ. അപ്പോൾ ഈ നഴ്സിംഗ് വാക്കൻസി വന്നിട്ടുള്ളത് ഇറാനിയൻ ഹോസ്പിറ്റൽ ദുബായിലാണ്. അപ്പോൾ അത്യാവശ്യം വലിയ ഹോസ്പിറ്റലാണ്. അവർ ചോദിച്ചിട്ടുള്ളത് ICU നഴ്സസിനെ, അതുപോലെ CCU, NICU, ER നഴ്സസിനെയാണ് അവർ ചോദിച്ചിട്ടുള്ളത്. പിന്നെ കാത്ത് ലാബ് ടെക്നീഷ്യൻസിനെ ചോദിച്ചിട്ടുണ്ട്, CSSD ടെക്നീഷ്യൻസിനെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് വേണ്ടതെന്ന് വെച്ചാൽ റെസിഡൻറ്റ് വിസ ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ DHA എലിജിബിലിറ്റി ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ 2 ക്രൈറ്റീരിയയും നിങ്ങൾക്ക് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിത് അപ്ലൈ ചെയ്യുക. ഇത് ഡയറക്റ്റ് ആണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇത് ഡയറക്റ്റ് ഹോസ്പിറ്റൽ വെബ്സൈറ്റിലാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഈ ജോബ് അപ്ലൈ ചെയ്യേണ്ട ഹോസ്പിറ്റൽ വെബ്സൈറ്റ് ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങളിത് അപ്ലൈ ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ എന്തായാലും ഇൻഫോർമേറ്റീവ് ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എത്തിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് ഇതുപോലെ നല്ല വാക്കൻസിയുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.